ശ്രീമതി മൻസിയ, എനിക്കൊന്ന് മൻസിയ ഈ കലാരംഗത്ത് നിൽക്കുമ്പോൾ പലതരത്തിലുള്ള വിവേചനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച് അതിനെതിരെ ശബ്ദമുയർത്തിയിട്ട ആളാണ് മൻസിയ. ഈ സത്യഭാമ ടീച്ചറുടെ പരാമർശങ്ങളെ മൻസിയ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? വളരെ അശ്ലീലമായിട്ടുള്ള അല്ലെങ്കിൽ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു പരാമർശമാണ് ടീച്ചർ നടത്തിയിരിക്കുന്നത്. ഒരിക്കൽ പോലും ഒരു കലാകാരൻ്റെയോ കലാകാരിയുടെയോ ജാതി, നിറം, വർണ്ണം, മറ്റ് ലിംഗപരമായിട്ടുള്ള വിവേചനങ്ങളൊന്നും ചോദിക്കാനോ പറയാനോ അതിന് എതിരെയായിട്ട് ശബ്ദമുയർത്തുന്ന കലാലോകമാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത്. ഈ ഒരു സമയത്ത് പോലും ഇത്തരം ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് സത്യഭാമ ടീച്ചർ. ഇത് ശരിക്കും അത്തരം ചിന്തിക്കുന്ന അങ്ങനെ ദുർചിന്തകളുള്ള ഒരു കൂട്ടത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ടീച്ചർ ഇന്നലെയും ഇന്നുമായിട്ട് നമുക്ക് മുമ്പിൽ തുറന്നു കാണിച്ചിരിക്കുന്നത്. പിന്നെ ടീച്ചർ ഇവിടെ പറയുന്നു RLV രാമകൃഷ്ണൻ സാറിനെ അല്ല പറഞ്ഞിരിക്കുന്നത് എന്ന്. ഞാൻ ആ ഇന്റർവ്യൂ മുഴുവനായി കണ്ട ഒരാളാണ്. കലാമണ്ഡലത്തിലെ ഭരണസമിതിയിൽ നിന്നും ടീച്ചറെ പുറത്താക്കിയതിനെ കുറിച്ചുള്ള വലിയൊരു കഥയാണ് ടീച്ചർ അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അതിന്റെ കഥകളെല്ലാം ഈ കലാലോകത്തെ, പ്രത്യേകിച്ച് ക്ലാസിക്കൽ മേഖലയിൽ ഞാൻ ഉൾപ്പെടുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് RLV രാമകൃഷ്ണനെ അല്ല ഞാൻ പരാമർശിച്ചത്, ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൂരാൻ ഇനി ടീച്ചർക്ക് സാധിക്കില്ല. ഒന്നത്, ഇന്റർവ്യൂ കഴിഞ്ഞ് ഇന്ന് ടീച്ചറുടെ പ്രകടനം, ഇന്ന് മാധ്യമപ്രവർത്തകരോട് ടീച്ചർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കറുത്ത കുട്ടികൾ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അവരെ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിപ്പിക്കില്ല അല്ലെങ്കിൽ പങ്കെടുക്കില്ല എന്ന് പറയും, അവർ മറ്റു വേദികളിൽ നിന്നോട്ടെ എന്ന് പറയും എന്നുള്ളത് എന്തൊരു അത്ഭുതമാണത്. ശരിക്കും ഒരു നർത്തകി അല്ലെങ്കിൽ നർത്തകൻ, കലാകാരിക്ക് എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നു എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നമ്മൾ കലാകാരിയും കലാകാരനും അല്ലെങ്കിൽ കല എന്ന് പറയുന്ന സമൂഹത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇത് കേൾക്കുമ്പോൾ? അത്തരം കുട്ടികളെ കുറിച്ച് ആലോചിച്ച് ഞാൻ വളരെയധികം വിഷമിക്കുന്നുണ്ട് ആ ഒരു പ്രസ്താവനയിലൂടെ. ഇത്തരം കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ വലിയ ഭയവും അതുപോലെ നിരാശയും തോന്നുന്നു. അക്കാഡമിക് ആയിട്ടും മറ്റും നമ്മൾ ഒരുപാട് മുന്നേറിയിരിക്കുന്നു, കലാമേഖലയിൽ ഒരുപാട് ഡിബേറ്റുകൾ നടത്തുന്നു. ടീച്ചർ ഒരു പ്രാവശ്യമെങ്കിലും അക്കാഡമിക് ആയിട്ട് ചർച്ചകളിലെല്ലാം പങ്കെടുത്താൽ ഒരു പക്ഷേ ടീച്ചർക്ക് ഇത്തരം ചിന്താഗതികൾ ഒന്ന് തിരുത്തി എഴുതാനെങ്കിലും മനസ്സിലായത് ഇത് RLV രാമകൃഷ്ണനെ കുറിച്ച് തന്നെയാണ് ടീച്ചർ ഈ പരാമർശങ്ങൾ നടത്തിയത് എന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. ഏത് ഭാഗം കേട്ടപ്പോഴാണ് ഇത് RLVയെ കുറിച്ചാണ് ടീച്ചറുടെ ഈ പരാമർശം എന്ന് മൻസിയയ്ക്ക് മനസ്സിലാകുന്നത്? അതിൽ പറയുന്നുണ്ട്, ഇവിടെ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മത്സരം വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുട്ടിക്കായിരുന്നു ഫസ്റ്റ്. അപ്പോൾ ഒരു അഭിനന്ദനം അറിയിച്ചു. പിന്നെ അബുദാബിയിൽ പോയപ്പോൾ ആ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇതേ ഗുരുവിന്റെ ശിഷ്യയ്ക്ക് ഫസ്റ്റ് കിട്ടിയില്ല. അപ്പൊ അവര് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ചാലക്കുടിക്കാരനായിട്ടുള്ള ഒരാള്. അപ്പോൾ എന്നോട് ചോദിക്കാതെ ഈ ഒരു ഞാൻ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുകയും ശരിക്കുമുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ ഗുരുസ്ഥാനിയായിട്ടുള്ള കലാമണ്ഡലം സത്യഭാമ ടീച്ചറെയും അവരുടെ ഭർത്താവിനെ കുറിച്ചും ഞാൻ പറഞ്ഞ പരാമർശങ്ങൾ അവർ റെക്കോർഡ് ചെയ്ത് കലാമണ്ഡലത്തിലെ ഗ്രൂപ്പുകളിൽ, അല്ലെങ്കിൽ ഇത്തരം അലവലാധികളുടെ ഗ്രൂപ്പുകൾ എന്നാണ് ടീച്ചർ അന്ന് പരാമർശിച്ചത്, ഈ അലവലാധികളായ ഞങ്ങളുടെ ഗ്രൂപ്പുകളിലെല്ലാം വന്നതാണ്. അപ്പോൾ ആ ഒരു വോയിസ് റെക്കോർഡിന്റെ അടിസ്ഥാനത്തിലാണ് അത്രയും നമ്മൾ ആദരിക്കുന്ന, ആരാധിക്കുന്ന ശരിക്കുമുള്ള സത്യഭാമ, കലാമണ്ഡല സത്യഭാമ ടീച്ചറുടെ വിഷയം ഉൾക്കൊണ്ടുകൊണ്ട് ടീച്ചറെ ഭരണസമിതിയിൽ നിന്നും പുറത്താക്കുന്നത്. അത് എല്ലാവർക്കും അറിയാം. അതിന് പാത്രമായത് RV രാമകൃഷ്ണൻ സാറിന്റെ നോടുള്ള ടീച്ചറുടെ ഒരു സംഭാഷണമാണ്. അതുകൊണ്ട് ഒരിക്കലും അത് ഊരിപ്പോരാൻ ടീച്ചർക്ക് പറ്റില്ല.